ക്യാരക്ടറാണ്. ഈ പടത്തിന്റെ ജോണർ സൈബർ ത്രില്ലറാണ്. വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു വിഷയം പോലെ തോന്നുന്നു. ഇപ്പൊ എല്ലാവരും കണ്ടിരിക്കേണ്ട പടമാണ്. നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ നമ്മൾ കണ്ടിരിക്കുന്നത് നല്ലതാണ്. പേഴ്സണലി ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റും. എനിക്കും ഇങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. എല്ലാവരും കാണും. ഐ ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. കറണ്ട് റിലവൻ്റ് ആയിട്ടുള്ള ഒരു മൂവിയാണ്. എന്തോ ഞാൻ്റെ പെർഫോമൻസ് ആയിട്ട് നല്ലതാണ്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. വർക്കൗട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടെ ഒരു സ്ക്രീൻ പ്രസൻസ് വേണം തോന്നി. ബട്ട് ഓവറോൾ ദ മൂവി വാസ് ഗുഡ്. ഒരു സോഷ്യൽ മെസ്സേജ് ഉണ്ട്. പടം, അതായത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പുകളിലും കാര്യങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കഥയെ ആസ്പദമാക്കിയിട്ടാണ് ഈ പടം എടുത്തിട്ടുള്ളത്. അപ്പോൾ വളരെ ഒരു മികച്ച രീതിയിൽ എടുത്തിട്ടുണ്ട്. നല്ലൊരു സ്റ്റോറിയാണ്. സമൂഹത്തിനൊരു എന്താ പറയുക, ഒരു മെസ്സേജാണ് ഇതിൽ കാണുന്നത്. കാരണം അങ്ങനെ പൊതുവെ നടന്നുകൊണ്ടിരിക്കുന്ന സംഗതിയാണ്. അപ്പോൾ എല്ലാവരും കാണണം. നല്ല പടമാണ്. കണ്ടു. സൂപ്പർ. നല്ല നല്ല അവതരണമാണ്. നല്ല സ്റ്റോറിയൊക്കെ ഇപ്പോഴത്തെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോറിയാണ്. കാരണം സ്ത്രീകൾക്കെതിരെയുള്ള ഒരു എന്താ പറയുക കടന്നുകയറ്റം, അതായത് സെക്ച്വലി സ്ത്രീകളെ അപമാനിക്കുന്നതും അവരറിയാതെ അവരുടെ ഫോട്ടോ എടുത്ത് മോർഫ് ചെയ്ത് അങ്ങനെ ചെയ്യുന്ന പല പരിപാടികൾക്കുള്ള ഒരു ഇതാണ്. അപ്പോൾ വളരെ നല്ലൊരു മെസ്സേജാണ് ഈ പടത്തിൽ കൊടുക്കുന്നത്. എല്ലാ സ്ത്രീകൾക്കും സുരക്ഷ ഉണ്ടാവണം. അങ്ങനത്തെ ഒരു സുരക്ഷ ഇല്ലാത്തൊരു ഇതാണ് കാണിക്കുന്നത്. അപ്പോൾ നല്ല പടമാണ്. വളരെ നല്ല രീതിയിൽ മികച്ചതായിട്ട് എടുത്തിട്ടുണ്ട്. ഇതിനി ഒരിക്കലും ഈ ലോകത്തിൽ സംഭവിക്കാതിരിക്കുന്നത് നല്ലതാണ്. ത്രില്ലർ അത്ര വലിയ ത്രില്ലർ ഒന്നുമില്ല, എന്നാൽ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ കുറച്ച് ത്രില്ലറായിട്ട് വരുന്നുണ്ട്. മൂവി നല്ലതാണ്. ഞാൻ കുറേ നാളായി നല്ലൊരു സിനിമ കണ്ടിട്ട്. പിന്നിപ്പോൾ ഞാൻ വനിതാ തിയേറ്ററിൽ വന്നിട്ട് ഐ ഡി ദ ഫേക്ക് എന്ന് പറഞ്ഞൊരു പടം കണ്ടു. ഐ ഡി ദ ഫേക്ക് എന്ന് പറയുന്ന പടം ധ്യാൻ ശ്രീനിവാസൻ്റെ പടം. ഈ ധ്യാൻ ശ്രീനിവാസൻ്റെ കഴിഞ്ഞിറങ്ങിയ കുറേ പടങ്ങൾ കണ്ട്. അതിൽ അവസാനം ഞാൻ ധ്യാൻ ശ്രീനിവാസൻ്റെ പടം കണ്ടത് ഓശാന എന്ന് പറഞ്ഞൊരു പടമുണ്ട്. പക്ഷെ നമ്മൾ ആദ്യം ഈ ചെങ്ങായുടെ പടം കാണുമ്പോഴേ നമ്മളൊന്ന് കയറാൻ മടിക്കും. ധ്യാൻ ശ്രീനിവാസൻ്റെ പടമാണെന്ന് പറയുമ്പോൾ ഒന്ന് കയറാൻ മടിക്കും. പക്ഷെ എങ്കിലും ഐ ഡി ദ ഫേക്ക് എന്നുള്ള പേരിൻ്റെ ഒരു ഇത് വെച്ചിട്ട് എന്താണ് സംഭവം എന്നുള്ളൊരു ആകാംക്ഷ അറിയാൻ വേണ്ടിയിട്ട് കയറിയതാണ്. ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ലൊരു മെസ്സേജ് ചിത്രമാണത്. അത്യാവശ്യം ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ട്. ഒരുവിധം തിരക്കേടില്ലാത്ത ഫാമിലി ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് ഈ പടത്തിൽ. പിന്നെ ഭയങ്കര മെസ്സേജുള്ള പടമല്ലേ. മെസ്സേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ശരിക്കും നമ്മുടെ ഓരോ കുടുംബത്തിലും എല്ലാവരും ജീവിതത്തിലും ഒക്കെ ഇങ്ങനത്തെ ഒരു സംഭവം, ഇതൊക്കെ നാച്ചുറലായിട്ട് നടക്കാവുന്ന ഒരു സംഭവമാണ് ഈ ഒരു പടത്തിന്. ഈ കഥ ഞാൻ ഇതിൻ്റെ പറയണില്ല. ഇതെല്ലാ കുടുംബ പ്രേക്ഷകരും, പ്രത്യേകിച്ച് പെൺകുട്ടികൾ, വീട്ടമ്മമാർ, ഇവരെല്ലാം കണ്ടിരിക്കേണ്ട ഒരു മഹത്തായ ചിത്രമാണ് ഐ ഡി ദ ഫേക്ക്. അത് അവരുടെ ഒരു ഇന്നിപ്പോൾ നമ്മുടെ ഈ നമ്മുടെ ഈ ലോകത്തിൽ ഈ സെക്സ് സംബന്ധമായിട്ടുള്ള ഒരുപാട് ഫേക്ക് സംഭവങ്ങൾ വളരെ ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട്. നൈസായിട്ട്, വളരെ നൈസായിട്ട് അത് മേക്ക് ചെയ്തേണ്ടത് വിഷ്ണു ശിവകൈലാസൻ എന്ന് പറഞ്ഞിട്ടൊരു പുതിയ ഡയറക്ടർ. അദ്ദേഹം തന്നെയാണ് അതിൻ്റെ സ്ക്രിപ്റ്റും. അതെ, പടം ഒരു ലാഗില്ല. ഫസ്റ്റ് ഹാഫ് ആണെങ്കിലും സെക്കൻഡ് ഹാഫ് ആണെങ്കിൽ ക്ലൈമാക്സ് ഒക്കെ ഭയങ്കര ഗംഭീരമായിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ ഈ പടം തിയേറ്ററിൽ വന്ന് കാണണം. എന്തായാലും ഓഡിയൻസിന് നിങ്ങൾ തമാശയുണ്ട്, ഫണ്ണി, കോമഡി, അത് വയലൻസ് അങ്ങനെയൊന്നും ഉദ്ദേശിച്ചേ വരണ്ട ഈ സിനിമ കാണാനായിട്ട്. ഇത് ഭയങ്കര നൈസായിട്ട് നമ്മുടെ കുടുംബ പ്രേക്ഷകർക്ക് നല്ല ഗംഭീരമായിട്ട് ഫാമിലി ആയിട്ട് വന്ന്, പ്രത്യേകിച്ച് പെൺകുട്ടികളുള്ള മാതാപിതാക്കൾ, അവർ വന്നിരുന്ന് കണ്ട് ആസ്വദിച്ച് പോകാൻ പറ്റുന്ന ധ്യാൻ ശ്രീനിവാസൻ്റെ ഒരു ഗംഭീര പടം.